നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് ലോക അർബുദ ദിനമാണ്. നമ്മുടെയൊക്കെ പരിചയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ അസുഖം എവിടെയെങ്കിലുമൊക്കെ സ്പർശിച്ചു പോകാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. അവർക്ക് അവബോധം പകരാൻ, അവർക്ക് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാനൊക്കെ ലക്ഷ്യമിട്ട് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് KSRTCയിൽ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുന്നുണ്ട്. അതുകൊണ്ട് ബസ്സുകളുടെ എണ്ണം ചിലപ്പോൾ ഇത്തിരി കുറവായിരിക്കും. പക്ഷേ പ്രതിപക്ഷ സംഘടനയാണ് പണിമുടക്കുന്നത്. ഭരണപക്ഷ സംഘടനകളൊക്കെ വളരെ ആക്റ്റീവായി തന്നെ രംഗത്തുണ്ടാവും. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. ആ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ പോകും മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ ചുറ്റും എന്തുണ്ടെന്നറിയാം, നാട്ടിൽ എന്തുണ്ട്. ആദ്യം പണിമുടക്കിൻ്റെ തന്നെ വാർത്തയിലേക്കാണ്. INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDF പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് അർദ്ധരാത്രി തുടങ്ങി. KSRTC CMD പ്രഖ്യാപിച്ച ഡയസ് അവഗണിച്ചാണ് പണിമുടക്ക്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ ഉത്തരവിറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, പ്രതിപക്ഷ സംഘടനകളാണ് പണിമുടക്കുന്നത്. ഭരണ അനുകൂല സംഘടനകളൊക്കെ വളരെ സജീവമായി തന്നെ ഉണ്ടാവും, പ്രവർത്തിക്കും എന്ന് കരുതാം. എന്നാലും എത്രത്തോളം സർവീസുകളെ ബാധിക്കാൻ ഇടയുണ്ട്? ഇപ്പോൾ ദിവസം തുടങ്ങുന്നതേ ഉള്ളൂ, ആളുകളൊക്കെ അതൊക്കെ പുറത്തിറങ്ങി തുടങ്ങുന്ന ഒരു സമയമേ ആയിട്ടുള്ളൂ. എന്നാലും എത്ര കണ്ട് ഇത് ബാധിക്കാൻ ഇടയുണ്ട്? മാനേജ്മെന്റിന്റെ എല്ലാ നിർദ്ദേശങ്ങളെയും അവഗണിച്ചുകൊണ്ടാണ്, ഡയസ്റ്റോൺ ബാധകമായിരിക്കുമെന്ന CMDയുടെ ഉത്തരവിനെ വരെ അവഗണിച്ചുകൊണ്ടാണ് TDFന്റെ സമരം പണിമുടക്ക് ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5-ാം തീയതിക്ക് മുമ്പ് ശമ്പള വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ മന്ത്രിയും ഗതാഗത മന്ത്രിയും CMD നൽകിയ ഉറപ്പ്. പക്ഷെ അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. 15-ാം തീയതിക്ക് ശേഷമാണ് പല മാസങ്ങളിലും ശമ്പളം പൂർണ്ണമായി ലഭിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. ശമ്പളം കിട്ടുന്നതിന് കൃത്യമായ തീയതി ഉറപ്പാക്കുക, അതോടൊപ്പം DA കുടിശ്ശിക നൽകുക, അതോടൊപ്പം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആണ് പ്രധാനമായി TDF മുമ്പോട്ട് വെക്കുന്നത്. മറ്റ് സംഘടനകൾ ഈ സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്നില്ലെങ്കിലും TDF മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് എല്ലാ യൂണിയനുകളും അനുഭാവപൂർവ്വമായി തന്നെയാണ് പിന്തുണ നൽകുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ സമരം ഏത് തരത്തിൽ KSRTCയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നറിയാൻ ഏതാനും മണിക്കൂറുകളിൽ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, മാനേജ്മെന്റ് പറഞ്ഞത് കരാർ ജീവനക്കാർ ഈ സമരത്തിന്റെ ഭാഗമായാൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ്. എന്തായാലും അതടക്കമുള്ള വലിയ കർശനമായ നിബന്ധനകളെ അവഗണിച്ചുകൊണ്ടാണ് TDF സമരം ഇന്നലെ അർദ്ധരാത്രി മുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിലെ പ്രതിപക്ഷ സംഘടനകളുടെ സംയുക്ത സമിതിയായ TDF ആഹ്വാനം ചെയ്ത സമരം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഏത് തരത്തിൽ ഇത് ജനജീവിതത്തെ ബാധിക്കുമെന്നറിയാൻ അല്പം കൂടി സമയം കഴിയണം. എങ്കിൽ പോലും ഇന്ന് ബസ്സുകളുടെ എണ്ണം കുറച്ച് കുറവായിരിക്കും എന്ന് പുറത്തിറങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. വലിയ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പരിധിയിൽ മാത്രം പണം നഷ്ടപ്പെട്ടത് 1145 പേർക്ക്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ മാത്രം 400ഓളം പരാതികളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് മൂവാറ്റുപുഴ പെഴക്കാപ്പിള്ളിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനത്തിന്റെ ജില്ലാ ഓഫീസും പ്രാദേശിക ഓഫീസും അടച്ചുപൂട്ടിയത്. സ്ഥാപനം പൂട്ടിയതറിയാതെ പണം നഷ്ടമായ നിരവധി പേരാണ് ഈ ഓഫീസിലേക്ക് എത്തുന്നത്. സ്പൈ ആർട്സ് എന്ന പേരിലുള്ള ജില്ലാ ഓഫീസും സീഡ് എന്ന പേരിലുള്ള പ്രാദേശിക ഓഫീസുമാണ് അടഞ്ഞുകിടക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉടമ അനന്തകൃഷ്ണൻ അറസ്റ്റിലായ വാർത്ത പരന്നതോടെയാണ് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. തുടർന്ന് ഓഫീസ് നടത്തിയിരുന്നവർ സ്ഥാപനം പൂട്ടി. പണം തിരിച്ചു നൽകാനോ ഇരുചക്ര വാഹനം ലഭ്യമാക്കാനോ തയ്യാറാകണമെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളോട് 6 മാസത്തിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത്. 10 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അവരൊക്കെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കണില്ല. അഥവാ ആരെങ്കിലും ഒന്ന് എടുത്താൽ അവർ പറയും ആ വണ്ടി കിട്ടും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറയും. ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ പൈസയെങ്കിലും കിട്ടണ്ടേ? ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കൊടുത്ത പൈസയല്ലേ.
മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം 9 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് പരാതികളാണ് ലഭിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ മാത്രം 400ഓളം പരാതികൾ ലഭിച്ചു. തട്ടിപ്പ് നടത്തിയ അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇതിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. ന്യൂസ് 18 കോതമംഗലം. കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായാണ് പരിപാടി. വോളണ്ടിയർമാർ ഓരോ വീടും സന്ദർശിച്ച് വിവരശേഖരണം നടത്തുകയാണ്. ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാടുകൾ പരിശോധിക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശവുമായാണ് രോഗനിർണയം. ചാവക്കാട് നഗരസഭയിലെ മുഴുവൻ വീടുകളിലും വോളണ്ടിയർമാർ എത്തും. ശരീരത്തിൽ പാടുകൾ, ഉണങ്ങാത്ത വ്രണങ്ങൾ, തടിപ്പ്, കൈകാലുകൾക്ക് പെരുപ്പ്, മരവിപ്പ് എന്നീ ലക്ഷണങ്ങൾ പരിശോധിച്ച് ചികിത്സ ഉറപ്പുവരുത്തും. 32 വാർഡുകളിലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയേഴ്സ്, പ്രത്യേകിച്ചും ആശാ വർക്കേഴ്സാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ ഏറ്റവും ഫലപ്രദമായി തന്നെ നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കി ഈ സമ്പൂർണ്ണമായും ചാവക്കാട് നഗരസഭയെ കുഷ്ഠരോഗ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ തുടക്കം കുറിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ സൗജന്യമാണ്. നഗരസഭയിലെ എല്ലാ വാർഡുകളിലും വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന. രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകും. ഇതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ ഓരോ വീടുകളിലും ചാവക്കാട് നഗരസഭ പരിധിയിലെ എല്ലാ വീടുകളിലും സന്ദർശിച്ച് അവിടെയുള്ള ആളുകളുടെ ശരീരത്തിൽ സ്പർശനശേഷി കുറഞ്ഞ, നിറം മങ്ങിയ, ചുവന്നതുമായ പാടുകൾ, തടിപ്പുകൾ, തടിച്ചതും തിളക്കമുള്ളതുമായ ചർമ്മം, വേദനയില്ലാത്ത വ്രണങ്ങൾ, കൈകാലുകളിലെ മരവിപ്പ്, പെരുപ്പ് എന്നീ ലക്ഷണങ്ങൾ അവർക്കുണ്ടെങ്കിൽ അത്തരം ലക്ഷണങ്ങൾ പരിശോധിച്ച് കുഷ്ഠരോഗമല്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഫെബ്രുവരി 12 വരെയാണ് വീടുകളിലെ സന്ദർശനം. ജനപ്രതിനിധികൾ, അംഗൻവാടി പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, താലൂക്ക് ആശുപത്രി പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ, CDS പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ഗുരുവായൂർ. കാസർഗോഡ് മേളപ്പെരുമഴ തീർത്ത് ചെണ്ടമേളത്തിൽ കുട്ടികളടക്കം 100ഓളം കലാകാരന്മാരുടെ അരങ്ങേറ്റം. 10 മാസം നീണ്ട പരിശീലനത്തിന് ശേഷം ഉദുമ ഷൺമുഖ മഠത്തിലാണ് അരങ്ങേറ്റം നടന്നത്. 8 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ചെണ്ടയിൽ പരിശീലനം നേടി കൊട്ടിക്കയറിയത്. ഗണപതിക്കൈ, ചെമ്പടമേളം, ത്രിപുട, പഞ്ചാരി 4-5 കാലങ്ങളിലൂടെ അരങ്ങേറ്റമേളം കടന്നുപോയി. ആസ്വാദനം 1.5 മണിക്കൂറോളം നീണ്ടു. കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതിയാണ് ഈ ചെണ്ടമേള ക്ലാസ് തുടങ്ങിയത്. ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തുള്ള കുട്ടികളും രക്ഷിതാക്കളും അതേപോലെ വീട്ടമ്മമാരും കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ഏകദേശം 6 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ ചെണ്ടമേള അഭ്യസിക്കാൻ വന്നിട്ടുണ്ടായി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലായിരുന്നു ചെണ്ട പരിശീലനത്തിന് തുടക്കം കുറിച്ചത്. പ്രശസ്ത വാദ്യ കലാകാരൻ കൊക്കാൽ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് പരിശീലനം നൽകിയത്. ആദ്യം ഒരുക്കേണ്ടത് ഇതിൻ്റെ കല്ലുകൾ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. നമ്മുടെ അച്ചേരിയിലത്തെ പ്രവാസി സംഘടനകളുടെ ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ അവരാണ് നമുക്ക് ഈ കല്ല് തന്നെ സഹായിച്ചത്. പിന്നെ പുളിയുടെ മുട്ടി ഇതൊക്കെ നമ്മൾ ക്ലബിൻ്റെ ആൾക്കാർ തന്നെ എല്ലാവരും കൂടി തയ്യാറാക്കിയാണ് കൊണ്ട് തന്നിട്ടുള്ളത്. ഇപ്പോൾ ക്ലബിൻ്റെ നല്ല പരിപൂർണ്ണ സഹകരണം എല്ലാ മേഖലയിലും നമ്മൾ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്, ജീവകാരുണ്യ മേഖലയിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ഈ പ്രസിദ്ധ ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബ്. പിന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏകദേശം ഈ നാട്ടിലേക്ക് തന്നെ ഒഴുകിയെത്തി ഈ അരങ്ങേറ്റം ഭംഗിയായി കണ്ടു എന്നാണ് വിശ്വാസം. സൗജന്യ പരിശീലനത്തിന് കൊക്കാൽ ഷൺമുഖ ക്ലബ്ബ് നേതൃത്വം നൽകി. ഉദുമ ഷൺമുഖ മഠത്തിൽ നിന്ന് അരങ്ങേറ്റമേളം കാണാൻ വൻ ജനാവലി ഒത്തുകൂടി. ന്യൂസ് 18 കാസർഗോഡ്. ഇത് കാസർഗോഡ് എന്നുള്ള കാഴ്ചയല്ല. ഇനി നമ്മൾ പുനലൂരിലേക്കാണ് പോകുന്നത്. അവിടെയും ഇങ്ങനെ വളരെ രസകരമായ ഒരു പ്രകടനം. വേദിയെ കീഴടക്കിയത് കുരുന്നുകളാണ്. പുനലൂർ ഉപജില്ലയിലെ 38 സ്കൂളുകളിലെ പ്രീ പ്രൈമറി കുരുന്നുകളുടെ കലാപ്രകടനം കാണാനും ഒരുപാട് ആളുകൾ അവിടെ എത്തി. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ 5 വേദികളിലായാണ് കുരുന്നുകളുടെ കലാപ്രകടനം നടന്നത്. 500-ൽ പരം കുട്ടികളാണ് വിവിധ കലാപരിപാടികളിൽ പങ്കാളികളായത്. നിറപ്പകിട്ടാർന്ന സ്വാഗത നൃത്തത്തോടെ ആരംഭിച്ച കിലുക്കാമ്പിട്ടി 2025 എന്ന കലാവിരുന്നിൽ ടൗൺ വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പുനലൂർ AEO അജയ്കുമാർ D സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലത ഉദ്ഘാടനം നിർവഹിച്ചു. കഥ, സ്കിറ്റ്, ചിത്രം വര, നിറം നൽകൽ, നിർമ്മാണം, ശാസ്ത്ര പരീക്ഷണങ്ങൾ,
വെജിറ്റബിൾ പ്രിന്റിംഗ്, നാടൻ പാട്ട് അഭിനയ ഗാനങ്ങൾ, വിവിധ തരം കുട്ടിപ്പാട്ടുകൾ, സംഘനൃത്തം, നാടോടി നൃത്തം, പ്രച്ഛന്നവേഷം ഇങ്ങനെ വിവിധങ്ങളായ കലാപരിപാടികളാണ് അരങ്ങേറിയത്. ന്യൂസ് 18 പുനലൂർ. നമ്മൾ സ്ഥിരം മെഗാ തിരുവാതിരക്കളി കാണാറുണ്ട്. ഒരുപാട് പേരൊക്കെ ഇങ്ങനെ വട്ടത്തിൽ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ തിരുവാതിര മാത്രമല്ല, പൂരക്കളിയും ഇങ്ങനെയൊക്കെയാണ് ഏതാണ്ട് നടത്തുന്നത്. അപ്പോൾ ഒരു മെഗാ പൂരക്കളിയുടെ കാഴ്ചയിലേക്കാണ് അടുത്തത് പോകുന്നത്. 600 പൂരക്കളി കലാകാരന്മാരെ ഒന്നിച്ചണിനിരത്തി കാസർഗോഡ് ചെറുവത്തൂരിൽ അരങ്ങേറിയ മെഗാ പൂരക്കളിയിലേക്ക്. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ചെറുവത്തൂർ തുരുത്തി നിലമംഗലത്ത് ക്ഷേത്രത്തിലാണ് പൂരക്കളി കലാകാരന്മാർ ഇങ്ങനെ ഒന്നിച്ചെത്തി ഒരു മനോഹരമായ കാഴ്ചയായത്. ആയോധന മുറകളുടെ ചുവടുകളും പുരാവൃത്തങ്ങളുടെ വായ്ത്താരിയും ഒന്നിച്ചു ചേർന്ന സവിശേഷമായ കലാരൂപമാണ് മലബാറിന്റെ സ്വന്തം പൂരക്കളി. 1-ാം നിറം, 5-ാം നിറം, 18-ാം നിറം, ഗണപതി, പൂരമാല എന്നിവയിൽ ഒരുമയുടെ ചുവടുകൾ ചേർത്ത് വെച്ച് കലാകാരന്മാർ സദസ്യരെ വിസ്മയിപ്പിച്ചു. 4 വയസ്സുകാരൻ നീലേശ്വരം കൊയ്യാമ്പുറത്തെ അദർ മനോജ് മുതൽ 76 വയസ്സുള്ളവർ വരെ പൂരക്കളിയിൽ ഒന്നിച്ച് ചുവടുവെച്ചു. കഴകത്തിന്റെ പരിധിയിലുള്ള 10 കേന്ദ്രങ്ങളിൽ 30ഓളം പേരുടെ നേതൃത്വത്തിൽ മാസങ്ങൾ നീളുന്ന പരിശീലനമാണ് നടത്തിയത്. PK നാരായണൻ അച്ചാംതുരുത്തി, K പ്രദീപൻ കിഴക്കേമുറി എന്നിവരാണ് മുഖ്യ പരിശീലകർ. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നാൾ വരെ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിലും തെയ്യക്കാവുകളിലും പൂരാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരക്കളിയിൽ സാധാരണയായി 100-ൽ താഴെ കളിക്കാരാണ് അരങ്ങിലെത്താറുള്ളത്. ഇനി 1001 പേരെ അണിനിരത്തി പൂരക്കളിയിൽ ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം. ന്യൂസ് 18 ചെറുവത്തൂർ. അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ പാലം തുറന്നുകൊടുത്തതോടെ പൊടിശല്യത്തിൽ ബുദ്ധിമുട്ടുകയാണ് കണ്ണൂർ കരുവഞ്ചാലിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും യാത്രക്കാരും. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ എടുത്ത എളുപ്പപ്പണി ഇങ്ങനൊരു പൊല്ലാപ്പാകുമെന്ന് ഇവർ കരുതിയതേയില്ല. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടിയ കരുവഞ്ചാലിന് ഏറെ ആശ്വാസമായിരുന്നു പുതിയ പാലം. വിവാദങ്ങൾക്കൊടുവിൽ പാലം തുറന്നുകൊടുത്തു. അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതുമില്ല. മണ്ണിട്ടു നികത്തി വാഹനങ്ങൾ കടന്നുപോകാൻ വഴിയൊരുക്കി. വാഹനമൊന്ന് കടന്നുപോയാൽ പൊടിപടലങ്ങൾ ടൗണിലാകെ വ്യാപിക്കും. കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഏറെയാണ്. പൊടിശല്യം രൂക്ഷമായതോടെ ഓട്ടോ ഡ്രൈവർമാരും കടക്കാരും ഉൾപ്പെടെ ഓരോ 10 മിനിറ്റിലും വെള്ളം പമ്പ് ചെയ്യും. ദിവസവും 4 തവണയെങ്കിലും വണ്ടി കഴുകേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ. ഈ കരിഞ്ചാല് പാലത്തിൻ്റെ ഇവിടെ നമുക്ക് യാതൊരു രക്ഷയില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്കാരെല്ലാം നിന്ന് ശ്വാസം മുട്ടുകയാണ്. വണ്ടി പോകുന്ന പുറകെ പൊടിയെല്ലാം കൂടെ ഈ ടൗണിൽ കൂടെ അന്തരീക്ഷത്തിലൂടെ പറക്കുക. നമുക്ക് യാതൊരു രക്ഷയില്ല. വണ്ടി ഓടിക്കുന്ന ഓരോ വണ്ടി മുമ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നനയ്ക്കുന്നതിനൊക്കെ പൈപ്പ് വെച്ച് നനയ്ക്കുന്നു. അത് കഴിയുമ്പോൾ പരിപാടി നിൽക്കുന്നു. അത് പുറകെ 10 മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ ഉണങ്ങുന്നു. വീണ്ടും പൊടിയോട് തന്നെ. വേനൽ കൂടിയായതോടെ ജലക്ഷാമവും രൂക്ഷമാണ്. പൊടിശല്യത്തിന് പരിഹാരം കാണണമെങ്കിൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. പരമ്പരാഗത വിളകൾ ഉപേക്ഷിച്ച് പുതിയ കൃഷിയിലേക്ക് തിരിഞ്ഞ കോതമംഗലത്തെ ദമ്പതികൾ ഇപ്പോൾ സന്തുഷ്ടരാണ്. വിളകളുടെ വിലയിടിവ് മൂലം ബുദ്ധിമുട്ടിയിരുന്ന കാലം കഴിഞ്ഞുപോയ ആശ്വാസത്തിലാണ് ജോബിയും സിനിയും. 25 വർഷമായി കാർഷിക രംഗത്ത് സജീവമായിരുന്ന ജോബിക്കും ഭാര്യ സിനിക്കും ഓരോ തവണ കൃഷിയിറക്കുമ്പോഴും ആശങ്കയായിരുന്നു. ഓരോ തവണയും നഷ്ടം കൂടിക്കൂടി വന്നു. പരമ്പരാഗത വിളകളൊക്കെ വിലത്തകർച്ച നേരിട്ടപ്പോൾ ഇവർ തിരിഞ്ഞത് ബോഗെയിൻ വില്ലയിലേക്കായിരുന്നു. പൈങ്ങോട്ടൂരിന് സമീപം കുളപ്പുറത്താണ് ഇവരുടെ കൃഷിയിടം. 8 ഏക്കറോളം സ്ഥലത്ത് വിവിധ കൃഷികളും ഒരു നഴ്സറി നടത്തുന്നുണ്ട് ഇവർ. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭം നേടാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് ഞങ്ങൾ. കാർഷിക ഐറ്റങ്ങളുടെ എല്ലാം വിലയിടിവും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നതിന് ശേഷം കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് തൈകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ചിന്ത വന്നത്. ജോബിയുടെ വീടും പരിസരവും കടലാസ് പൂക്കൾ വസന്തം തീർത്തതോടെ ഇവിടത്തേക്ക് പുഷ്പപ്രേമികളുടെ ഒഴുക്കും തുടങ്ങി. ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ഫയർ ഓപ്പൽ, ബ്രേസ റെഡ് തുടങ്ങിയവ ഉൾപ്പെടെ ഇവിടെയുണ്ട്. 50ഓളം ഇനങ്ങളിലായി 1000-ലധികം ചെടികൾ. ബോഗെയിൻ വില്ലയുടെ സീസണായ സെപ്റ്റംബർ മുതൽ മെയ് വരെ ആവശ്യക്കാർ ഏറെയാണെന്നും ജോബി ജോർജ് പറയുന്നു. ന്യൂസ് 18 കോതമംഗലം.
തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിലെ ലൈറ്റുകൾ അണഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. എന്നിട്ടും നടപടികളില്ല. വൈദ്യുതി കുടിശ്ശികയായതോടെ KSEB ഇവിടേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചു. ഇതേ തുടർന്നാണ് പാലം ഇരുട്ടിലായത്. ജനങ്ങളാകെ ദുരിതത്തിലുമാണ്. ഇരുട്ട് വീണാൽ വെള്ളിയാങ്കല്ല് പാലം കടക്കണമെങ്കിൽ കാൽനടയാത്രക്കാർക്ക് വാഹനങ്ങളുടെ ലൈറ്റിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തൃത്താല വെള്ളിയാങ്കല്ല് പ്രദേശമാണ് തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ഇരുട്ടിലായത്. 2 മാസത്തെ വൈദ്യുതി കുടിശ്ശിക വന്നതോടെ KSEB കണക്ഷൻ വിച്ഛേദിച്ചതോടെയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ലൈറ്റുകൾ അണഞ്ഞത്. 1 മാസം പിന്നിട്ടിട്ടും കുടിശ്ശിക തീർക്കാൻ നടപടിയെടുക്കാത്തതിനാൽ വെള്ളിയാങ്കല്ല് പാലം പൂർണ്ണമായി ഇരുട്ടിലാണ്. ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ അപകട ഭീഷണിയും ഏറെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. 13,000 രൂപയാണ് കുടിശ്ശികയായി KSEBക്ക് നൽകാനുള്ളത്. ലൈറ്റ് പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ പ്രധാനമായിട്ട് പാലത്തുമ്പോൾ ലൈറ്റ് ഇല്ല. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികൾക്കും ആൾക്കാർക്കും വേണ്ടി ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങളുടെ സാധ്യതയും. പിന്നെ പാർക്കിന്റെ ഫ്രണ്ട് അതിൽ ഒറ്റ ലൈറ്റും നടത്തണില്ല. അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടാ ഞങ്ങൾ എന്താ ചെയ്യാന്ന് അവർ പറഞ്ഞു. തുക ഉടൻ ലഭ്യമാക്കുമെന്നും അതുവരെ വൈദ്യുതി വിച്ഛേദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി KSEBക്ക് വകുപ്പ് അധികൃതർ കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. തൃത്താലയിലെ ടൂറിസം കേന്ദ്രമായ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലേക്ക് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് പ്രതിദിനം സന്ദർശനത്തിന് എത്തുന്നത്. പാലത്തിൽ അസ്തമയം കാണാൻ നിരവധി പേർ എത്തിയിരുന്ന ഇവിടെ ഇപ്പോൾ സന്ദർശകരുടെ വലിയ കുറവും അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് 18 തൃത്താല. കുട്ടികളിലെ സർഗവൈഭവം കൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള മേളനം സഹവാസ ക്യാമ്പ് നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. KM കലൈശെൽവിയുടെ നേതൃത്വത്തിലാണ് ഗോത്രകലകളെക്കുറിച്ചുള്ള ശില്പശാല നടക്കുന്നത്. ആടിയും പാടിയും താളത്തിൽ തുള്ളിയും ശില്പശാല കുട്ടികൾക്ക് ആവേശമായി. ഇതോടൊപ്പം പരമേശ്വരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാവനാടകവും വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. ലിറ്റിൽ ആർട്ട് തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ബിജേഷ് നാടകം വിഷയമാക്കി കുട്ടികൾക്ക് പരിശീലനം നൽകി. സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഉള്ള സെക്ഷനുകളാണ് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂളിലെ 4, 5, 6, 7 ക്ലാസ്സുകളിലെ ഏതാണ്ട് 130ഓളം വരുന്ന കുട്ടികൾ ഈ ക്യാമ്പിന്റെ ഉപഭോക്താക്കളാണ്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് സ്കൂളിന്റെ മേൽനോട്ടത്തിൽ നടത്തി വരാറുള്ള ഈ ക്യാമ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതത്തിന് പറ്റിയ രീതിയിൽ തങ്ങളെ സ്വയം ചിട്ടപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മാപ്പിളകല, കരകൗശലം, വ്യായാമശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. 130ഓളം വിദ്യാർത്ഥികളാണ് മേളനം സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു കുഞ്ഞു താരത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. വടകര മയ്യന്നൂർ MCM UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരിയാണ് മിടുക്കി. നിഷ്കളങ്കമായ വാക്കുകളോടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഇഷാൻവിയുടെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഇഷാൻവിക്കെതിരെ അദ്നാൻ എന്ന വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ടോ എന്നറിയാനായി അധ്യാപകനോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങളോളം ആളുകൾ കണ്ടത്. ചോദ്യം കേട്ടു നിൽക്കുന്ന അധ്യാപകൻ തന്നെയാണ് സംഭവത്തിന്റെ വീഡിയോയും എടുത്തിട്ടുള്ളത്. ആരാണ് പരാതി നൽകാൻ സാധ്യതയെന്ന് അധ്യാപകൻ ചോദിക്കുമ്പോൾ അദ്നാനാകുമെന്നാണ് ഇഷാൻവി മറുപടി പറഞ്ഞത്. തുടർന്ന് നിഷ്കളങ്കതയോടെ നടക്കുന്ന സംഭാഷണത്തിന്റെ വീഡിയോയാണ് അധ്യാപകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതല്ല, ഇതിനെപ്പറ്റി ആരാ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞാരാ? ഇതിനെപ്പറ്റി എന്നാ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവുക? അടിച്ചിക്കാ എന്തിന്? എന്റെ കാൽമ കസലിട്ടാ? ഇപ്പൊ നിങ്ങളോട് എമ്മ കൂടെ കംപ്ലൈന്റ് കിട്ടിയില്ല. കംപ്ലൈന്റ് വരുമോ? സംഭവത്തിന് ശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. കൊച്ചുമിടുക്കിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംഭാഷണത്തിനാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടികൾ നിറയുന്നത്. ന്യൂസ് 18 വടകര. മറൈൻ ഡ്രൈവിന്റെ വഴിയോരത്ത് പുല്ലാങ്കുഴലുമായി ഒരാളിരിപ്പുണ്ട്. പ്രകാശേട്ടൻ. ചെവി കൊടുക്കുന്ന ആരെയും അമ്പരപ്പിക്കും ഈ കലാകാരൻ.
കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ എത്തുന്നവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. പ്രകാശേട്ടൻ അദ്ദേഹം തൻ്റെ ജീവിത മാർഗമായിട്ട്, തൻ്റെ ഉപജീവന മാർഗമായിട്ടാണ് സംഗീതത്തെ കാണുന്നത്. അദ്ദേഹം ഈ ഓടക്കുള്ളിലൂടെ നിരവധി ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ഇവിടെ ഒരു സംഗീത വിരുന്ന് തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ഒരുക്കുന്നത്. ചേട്ടൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് തൃശ്ശൂർ. എൻ്റെ പേര് പ്രകാശൻ. തൃശ്ശൂർ ജില്ലയിലെ പോന്നൂര് എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുന്നോളം പോണ വഴിയിൽ കൈപ്പുറമ്പ് എന്ന സെൻറ്ററുണ്ട്. അവിടെ നിന്ന് 2 കിലോമീറ്റർ അടുത്താണ് പോന്നൂര്. ചെറിയൊരു ഗ്രാമമാണ്. മറൈൻ ഡ്രൈവിന്റെ വൈകുന്നേരങ്ങൾ ഈ പുല്ലാങ്കുഴൽ ഈണങ്ങളാൽ മുഖരിതമാണ്. തൃശൂർ പൊന്നൂർ സ്വദേശിയായ പ്രകാശേട്ടൻ എല്ലാ ദിവസവും ഇവിടെ എത്തും. ലോട്ടറി ബിസിനസ്സായിരുന്നു പ്രകാശന്റെ പ്രധാന ഉപജീവന മാർഗം. കോവിഡ് ചതിച്ചതോടെയാണ് പണ്ട് പഠിച്ചു മറന്ന സംഗീതം പൊടിതട്ടിയെടുത്തത്. നമുക്ക് ഈ കൊറോണ കാലം അതിനോടനുബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നൊരു തൊഴിൽ വലിയ ബാധ്യതയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ നാടടക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ നല്ല നല്ല അനുഭവങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് ഈ ഫ്ലൂട്ടിൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. രാസാൻ ബീഗത്തിന്റെ ഓമലാളെ നിന്നെ ഓർത്ത് അതിമനോഹരമായാണ് പ്രകാശേട്ടൻ പാടുന്നത്. കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം, കടലു നീ എന്നറിയുവോളം, ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. ആരും അറിയാതെ ഇങ്ങനെ ഒരരികിൽ കൂടി കടന്നുപോയി കാലം കഴിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക് ചുറ്റും. ഒരു കൈ പിടിച്ചുയർത്താനുണ്ടായാൽ ഒരുപക്ഷെ അവർ ലോക നിലവാരത്തിലേക്ക് ഉയർന്നേക്കാം. ആ വിരൽത്തുമ്പ് കാത്തിരിക്കുകയാണ് പ്രകാശേട്ടൻ. കയ്യിലുള്ള ഒരു കല കൊണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷിപ്പിക്കാണല്ലോ പ്രകാശേട്ടൻ. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് അത്? എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്, സജീവ് എന്ന പേര്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷേ ചെറിയ വാക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകാശേട്ടൻ ഇവിടെ എന്നും വരണം, ഇവിടെ വന്ന് വായിക്കണം. പ്രകാശേട്ടനെ ഒരാൾ രക്ഷിക്കാനായിട്ട് ഒരാൾ ഇവിടെ വരും. ആ വരുന്ന നേരത്ത് പ്രകാശേട്ടൻ ഇവിടെ ഇല്ലാതിരിക്കരുത്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് മരണം വരയ്ക്കും, നമുക്ക് നമ്മുടെ ജീവിതം അവസാനം വരയ്ക്കും നമുക്ക് ഇവിടെ വരാനായിട്ടുള്ളൊരു ഇതുണ്ട് എന്ന് പറയുന്നത്, നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരാളെ കാത്തിട്ടാണ് സത്യത്തിൽ നമ്മുടെ ഇരിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയാണ്. കാത്തിരിപ്പിന്റെ പാതയിലാണ് പ്രകാശേട്ടൻ. അതിജീവനമാണെങ്കിൽ കൂടിയും സംഗീതം കൊണ്ട് മാലോകരെ മുഴുവൻ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. നമ്മളൊക്കെയും ജീവിതത്തിൽ കാത്തിരിക്കുന്നത് ആ ഒരു കയ്യനായിരിക്കും അല്ലേ? അങ്ങനെ ആ പ്രതീക്ഷയോടെ ഈ നല്ല കാഴ്ചയിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് നല്ല വാക്കിലേക്കാണ്. നല്ല വാക്ക് കാണാം.